വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബൺ പൊറോട്ടയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ പരന്ന പാത്രമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, പരത്താനൊക്കെ എളുപ്പത്തിന്. അപ്പോൾ നമ്മൾ ആ പരന്ന പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം. 2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ തവി കൊണ്ടായ കാരണം ഒരു 4-5 തവി ആണ്. കണക്ക് പ്രകാരം ഇത് 2 കപ്പ് മൈദയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പിൽ നമ്മളിപ്പോൾ ഈ ചെറിയ കപ്പിൽ 1/2 കപ്പ് പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ബൺ പൊറോട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ വാട്ടറും കൂടി ചേർത്തിട്ട്, നോർമൽ വാട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഉപ്പൊക്കെ നന്നായിട്ട് അതിൽ ലയിച്ച് ചേരുന്ന ഒരു വിധത്തിൽ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ച മൈദയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാല് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറേശ്ശെ വേണം നമ്മൾ മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേണം നമ്മൾ പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് മാവ് പരത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അഥവാ അങ്ങനെ കുറച്ചെങ്ങാനും മിൽക്കിൻ്റെ മിക്സ് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടി ഇതിലേക്ക് വിതറി കൊടുക്കാം, മൈദപ്പൊടി ഇതിലേക്ക് വിതറി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നല്ലൊരു ഡോ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ പൊറോട്ടയ്ക്ക് കുഴയ്ക്കുമ്പോൾ ആ കുഴയ്ക്കുന്ന ഇതിൻ്റെ ഇതനുസരിച്ചിരിക്കും പൊറോട്ട നന്നായിട്ട് കിട്ടാനായിട്ട്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ലെയറായിട്ടൊക്കെ കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഈ പാത്രത്തിലിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ പിന്നെ നല്ല വൃത്തിയുള്ള ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ടേബിൾ ടോപ്പിലും കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇടിച്ചിട്ടും വലിച്ചിട്ടും 2 കൈയും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ നല്ല വൃത്തിയുള്ള പ്രതലത്തിൽ വെച്ചിട്ട് കുഴച്ചെടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ച് നീട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് അളവിന് മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ഉരുളകളാക്കിയിട്ട് പ്ലേറ്റിലേക്ക് വെക്കാം. പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ള മാവ് 4 ബൺ പൊറോട്ട തയ്യാറാക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉരുളകളാക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 2 മണിക്കൂർ അതിൽ കൂടുതൽ സമയം വെക്കും തോറും നമ്മളെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നല്ലൊരു വൃത്തിയുള്ള തുണി കൊണ്ട്, നനഞ്ഞ തുണി കൊണ്ടാണ് നമ്മളിത് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഹവറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നനഞ്ഞ തുണി മാറ്റിയതിന് ശേഷം നമുക്ക് ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് തന്നെ അത് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലായാലും മതി കേട്ടോ. നമുക്ക് ഓരോ ഉരുളകൾ എടുത്തിട്ട് ആദ്യം ഇതുപോലെ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. കൈ കൊണ്ട് പരത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചപ്പാത്തി കോല് വെച്ചിട്ട് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. ആദ്യം ഒന്ന് ഞാൻ ചപ്പാത്തി കോല് വെച്ചിട്ട് നന്നായിട്ട് പരത്തി കാണിച്ച് തരാം. നല്ല കനം കുറച്ച് വേണം നമ്മൾ ഇത് പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ പരത്തി കൊടുക്കും തോറും നമ്മളിതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായി കനം കുറച്ച് പരത്തിയെടുക്കണം കേട്ടോ. നന്നായി കനം കുറച്ച് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് 2 ഭാഗവും ഇതേപോലെ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. കൂട്ടിയിട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ നമുക്കൊരു വള്ളി പോലെ കിട്ടും. അപ്പോൾ നമുക്കിത് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇതേപോലെ ചുരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളെല്ലാ മാവും നന്നായിട്ട് തന്നെ പരത്തിയതിന് ശേഷം ഇതേപോലെ ചുരുട്ടി ഉരുളകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ബൺ പൊറോട്ടയാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാനായിട്ടുള്ളത് ഒന്ന് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്താൽ മതി. അധികം വട്ടം വീശിയൊന്നും വേണ്ട. ബൺ പൊറോട്ട ആയതുകൊണ്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പരത്തി വെച്ചിട്ടുള്ള മാവ് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഓയിൽ കുറവാണെങ്കിൽ കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് തൂവി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തൂവി കൊടുത്തതിന് ശേഷം നമ്മൾ തവ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. 2 ഭാഗവും തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബൺ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം.
ഇപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാ ബൺ പൊറോട്ടകളും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. പൊറോട്ടയൊക്കെ അടിക്കുന്നത് കണ്ടിട്ടില്ല, അതേപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. കൈപ്പൊള്ളാതെ തന്നെ നമുക്ക് ബൺ പൊറോട്ട ഇതേപോലെ അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാ പൊറോട്ടകളും നമുക്ക് ഇതേപോലെ തന്നെ അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ ബൺ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ബൺ പൊറോട്ട തയ്യാറാക്കാവുന്നതാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഓൾ.